ഇവര് ബാഹുലേനാണ്. ധനുച്ചുരം സ്വദേശിയാണ്. ദേശീയ കൈതറി. സംസ്ഥാനത്ത് കാലവർഷം ഇന്നത്തോടെ എത്തും. അതിനുമുമ്പേ മഴ തുടങ്ങി. ഇന്നലത്തെ കാറ്റും മഴയെത്തും ഒരു ബോയ്സ് ഹൈസ്കൂളിലെ മതിലിടിഞ്ഞു കിടക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകരെ മുന്നിൽ കാണിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്തയും ഇപ്പോൾ നൽകുന്നത്. വൻ കാറ്റെടുത്ത് 55 മുതൽ 60 വരെ ആകാശം ഇരുണ്ടുമൂടി തന്നെ കിടക്കുന്നുണ്ട്. മേഘാർദ്ധമായി കിടക്കുന്നുണ്ടെന്ന് തന്നെ പറയാം. മഴ എപ്പോഴും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോഴും മഴ ഗ്രാമപ്രദേശങ്ങളിൽ മഴ തോരാതെ തന്നെ പെയ്യുന്നുണ്ടെന്ന് തന്നെ പറയാം. അതുപോലെ മണ്ണിടിച്ചിൽ അമ്പൂരി മായം സൈഡുകളിൽ ഉണ്ടാകുന്നെന്ന് പറയാം. തിരുവനന്തപുരം ജില്ലയിൽ ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ തോർന്നിട്ടില്ലെന്ന് പറയാം. കനത്ത മഴയാണ് ഇപ്പോഴും പെയ്യുന്നത്. ചില ഭാഗത്ത് ഇപ്പോഴും മഴ പെയ്തുകൊണ്ട് തന്നെ ഗ്രാമപ്രദേശങ്ങളിൽ നിൽക്കണമെന്ന് നമുക്ക് ലൈവിൽ പറയാൻ സാധിക്കുന്നുണ്ട്. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം പ്രദേശങ്ങളിലും കനത്ത മഴ റെഡ് അലേർട്ടാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദമായ വിവരങ്ങളാണ് നമ്മൾ നൽകുന്നത്. ഇപ്പോഴും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിന് അടിയിലാകാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ മഴ കൂടി നിൽക്കി തന്നെ മഴ തോരാതെ തന്നെ നിൽക്കണമെന്ന് പറയാം. ആകാശം ഇരുണ്ടു മൂടി തന്നെ കിടക്കണമെന്ന് പറയാം. മേഘാർദ്ധമായി തന്നെ കിടക്കുന്നുണ്ടെന്ന് പറയാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോഴും ഗ്രാമ സൈഡുകളിൽ മഴ തോരാതെ തന്നെ നിൽക്കുന്നുണ്ടെന്ന് തന്നെ നമുക്ക് പറയാം. ആ ദൃശ്യങ്ങൾ ഇന്നലത്തെ രാത്രിയുള്ള കാറ്റിലെ മഴയത്തുമാണ് ധനുച്ചുരം ബോയ്സ് ഹൈസ്കൂളിലെ മതിൽ ഇടിഞ്ഞു വിടുന്നു കിടക്കുന്ന ദൃശ്യങ്ങളും ആ മരങ്ങളും വിടുന്നു കിടക്കുന്ന റോഡ് സൈഡിലുള്ള ദൃശ്യങ്ങളുമാണ് ഇപ്പോൾ പ്രേക്ഷകരെ മുന്നിൽ നമ്മൾ കാണിക്കുന്നത്. എൻ്റെ വാർത്ത നൽകുന്നതെന്ന് പറയാം. ആ ദൃശ്യങ്ങൾ വലിയ ഒരു മരമാണ് ഒടിഞ്ഞു വിടുന്നു കിടക്കുന്നത്. ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഈ മതിലാണ് ബോയ്സ് ഹൈസ്കൂളിൻ്റെ മതിലാണ് ഇടിഞ്ഞു വിടുന്നത്. ഇന്നലെ കാറ്റത്തും മഴയത്തുമാണ്, രാത്രിയുള്ള മഴയത്തുമാണ് ഇടിഞ്ഞു വിടുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ്. റോഡ് ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്. ഈ റോഡ് ഉദയങ്ങളരിലേക്ക് പോകുന്ന റോഡും ധനുച്ചുരം ബോയ്സ് ഹൈസ്കൂളും ഗേൾസ് ഹൈസ്കൂളും മധ്യ ദൂരത്തുള്ള റോഡാണ്. ഇതിൻ്റെ അപ്പുറം കോളേജിലേക്ക് പോകുന്ന റോഡാണ്. ആ മതിലാണ് ഇടിഞ്ഞു വിടുന്നത്. ഇവിടെ ഇപ്പോൾ മരം വിടുന്ന് ഇപ്പോൾ വെട്ടി മാറ്റിക്കൊണ്ടുവന്നതേ ഉള്ളൂ എന്ന് പറയാം. രാവിലെയാണ് ഈ മരങ്ങൾ വെട്ടി മാറ്റിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ രാത്രിയുള്ള കാറ്റിലാണ് ഈ മരങ്ങൾ വീഴുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. വീണ്ടും അതുപോലെ തന്നെ വാഴകളും ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് ഈ ഗ്രാമപ്രദേശം. ഞാനിപ്പോൾ ധനുച്ചുരത്തു നിന്നാണ് ഈ ലൈവ് പറയുന്നതെന്ന് പറയാം. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരെ മുന്നിൽ എൻ്റെ വാർത്ത നൽകുന്നതെന്നും പറയാം. ആ ദൃശ്യങ്ങളിലേക്ക് തന്നെ നമ്മൾ കാണിക്കുന്നുണ്ട്. മതിലുകൾ ഇടിഞ്ഞു വീഴുന്നു. ഇന്നലെ ഒരു കൂറ്റം വലിയ മരമാണ് മുറിഞ്ഞ് റോഡിലേക്ക് വീഴുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ ദൃശ്യങ്ങളാണ്. ഇത് ധനുച്ചുരത്തു നിന്നും ഒരു 200 മീറ്റർ അകലെയുള്ള റോഡാണ്. ഇത് ഉദയങ്ങളരിലേക്ക് പോകുന്ന റോഡിൻ്റെ സമൂഹത്തിനാണ് ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറയാം. അവിടുത്തെ ഒരു മരമാണ് ഒടിഞ്ഞു വീഴുന്നതെന്ന്, ചില്ലകളിലൂടെ ഒടിഞ്ഞു വീഴുന്ന ആ ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകരുടെ മുന്നിൽ എൻ്റെ വാർത്ത നൽകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. റോഡിൻ്റെ ഭാഗത്തിനും ഒതുക്കി ഇപ്പോൾ ഇട്ടിരിക്കുന്നതും മരം മുറിച്ചിട്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനിയും കാറ്റും മഴയിലും മതിലുകൾ ഇടിഞ്ഞു വിടാൻ സാധ്യതയുണ്ടെന്ന് തന്നെ പറയുന്നു. സ്കൂൾ മതിൽ വീണ്ടും പൊട്ടി നിൽക്കുന്നതായിട്ടും പറയുന്നുണ്ട്. ഈ ഭാഗത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാം. പഴയ മതിലാണെന്ന് പറയുന്നുണ്ട്. എത്ര കാലമായ മതിലാണ് ഇപ്പോൾ തകർന്നു വീഴുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നുണ്ട്. ഇത്രയുമാണ് അവിടെ നിന്നുള്ള വിവരം. ആകാശം ഇരുണ്ടു മൂടി തന്നെ കിടക്കുന്നു, മേഘാർദ്ധമായി കിടക്കുന്നു. ഇപ്പോഴും ഈ പ്രദേശങ്ങളിൽ, ഗ്രാമപ്രദേശങ്ങളിൽ മഴ ശക്തമായി പെയ്യുന്നു. അതുപോലെ ചില ഡാമുകളും തുറന്നിട്ടുണ്ടെന്ന് തന്നെ പറയാം. നെയ്യാർ ഡാമിലും വെള്ളം കയറിയിട്ടുണ്ടെന്ന് തന്നെ പറയാൻ സാധിക്കുന്നു. ഇനി താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി ഇപ്പോൾ അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. പുല്ലുവെള്ള, പൂവാർ, ശംഖുമുഖം, വേളി എന്ന പ്രദേശങ്ങളിലും കടലാക്രമണം രൂക്ഷമായി തന്നെ തുടരുന്നുണ്ടെന്ന് തന്നെ പറയാം. അതുപോലെ ശക്തമായ കാറ്റാണ് കടൽ തീരങ്ങളിൽ അടിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് പറയാൻ സാധിക്കുന്നു. അതുപോലെ നമുക്ക് പറയാൻ സാധിക്കുന്നു ഇപ്പോഴും ഈ പ്രദേശങ്ങളിൽ കടലാക്രമണം രൂക്ഷമാണ്. കൊല്ലം ജില്ലയിലും കടലാക്രമണം രൂക്ഷമായി തുടരുന്നുണ്ട്. കടൽ കരയിലേക്ക് കയറിയിട്ടുണ്ട്, ചില വീടുകളിലേക്കും കയറിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഒരുപാട് നാശനഷ്ടങ്ങളാണ് കടൽ തീരത്തുണ്ടായെന്ന് നമുക്ക് പറയാം. എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്ത് നിന്നും ബാഹുലേയൻ.